നമുക്കറിയാം 2020 എന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉടലെടുത്തിട്ട് ഏതാണ്ട് 13 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇത് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമെന്നോ അങ്ങനെ ആകണമെന്നോ പഞ്ചായത്തിൽ മത്സരിക്കണം, നിയമസഭയിൽ മത്സരിക്കണം, അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചല്ല ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായത്. പക്ഷേ ഇവിടുത്തെ ഇടതും വലതും ചേർന്ന് ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിറക്കി എന്നുള്ളതാണ് സത്യം. 2012 മുതൽ ഈ നാട് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന കണ്ടുകൊണ്ട്, ഇവിടുത്തെ ആളുകൾ പട്ടിണി കിടക്കുന്ന കണ്ടുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് 2020 കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് കിഴക്കമ്പലത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമായിരുന്നു. കുടിവെള്ളമില്ല, ആളുകൾക്ക് വീടുകളില്ല, നല്ല റോഡുകളില്ല, സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അങ്ങനെ ഒരു നാടിന് വേണ്ട ഒരടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു 2012. ഞങ്ങൾ ആദ്യമായിട്ട് കുടിവെള്ളത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തുടങ്ങി, വീടുകൾ പണിയാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കയറി ഉടക്കി, അത് തടഞ്ഞു. അപ്പോൾ ഈ നാടിനെ ഉയർത്തിയെടുക്കണമെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അധികാരമുണ്ടായാലാണ് സാധിക്കൂ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് 2015 കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാനായിട്ട് സാഹചര്യമുണ്ടായത്. അന്ന് മത്സരിക്കുമ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. കാരണം അന്ന് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. പക്ഷേ ആ തിരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇവിടത്തെ ഇടതും വലതും ചേർന്ന് ഞങ്ങളെ മത്സര രംഗത്ത് പോലും ആക്രമിച്ച് ഇല്ലാതെയാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചതും 2016 ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തത്. 2015 കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ മാത്രം 19 സീറ്റുകളിൽ 2 ബ്ലോക്ക് വാർഡുകളിൽ ഞങ്ങൾ നിന്ന് മത്സരിച്ചപ്പോൾ 19-ൽ 17 വാർഡുകളും ഞങ്ങൾ വിജയിച്ചു. 2 ബ്ലോക്ക് സീറ്റുകളും ഞങ്ങൾ വിജയിച്ചു. അന്ന് കിഴക്കമ്പലത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് അതിൻ്റെ മുൻ ഭരണസമിതി ഇറങ്ങിപ്പോയത്. എന്നാൽ 5 വർഷം 2020 ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ തന്നെ 2,72,000 പഞ്ചായത്തുകൾ വെച്ചിട്ട്, കേരളത്തിലെ 941 പഞ്ചായത്തുകൾ വെച്ചിട്ട് ഏറ്റവും നല്ല വികസനം നടപ്പിലാക്കിയതിന് ശേഷം 2020 ഭരണം അവസാനിക്കുമ്പോൾ ഞങ്ങൾ 13,57,00,000 രൂപ മിച്ചം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഭരണത്തിൽ നിന്നിറങ്ങിയത്. 2020 വീണ്ടും ഞങ്ങൾ മത്സരരംഗത്ത് വന്നു. 2020 ഭരണ മികവ്, കിഴക്കമ്പലത്ത് കാഴ്ചവെച്ച വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് സമീപ പഞ്ചായത്തുകളെല്ലാം ഇവിടെയും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ 2020 കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള 3 പഞ്ചായത്തുകൾ പൂർണ്ണമായിട്ടും 1 പഞ്ചായത്ത് ഭാഗികമായിട്ടും മത്സരിക്കുകയുണ്ടായി. അങ്ങനെ 92 സീറ്റുകൾ മത്സരിച്ചതിൽ 87 സീറ്റുകളും വിജയിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രം സൃഷ്ടിച്ചത് 2020.